ഹായ് ഫ്രണ്ട്സ്, അബുദാബിയിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കാണ് ആദ്യം യാത്ര. അവിടെ ഒരു ഫംഗ്ഷൻ കൂടാനുണ്ട്. അതിനുശേഷം ലണ്ടനിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം യാത്രയാണ് ഇത് കേട്ടോ. ലണ്ടനിൽ പോയി ക്രിസ്മസ് ടൈം അതിൻ്റെ വൈബ് എന്താണെന്ന് അറിയണമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഒന്നും പറയണേ. ശരിക്കും അബുദാബിയിൽ നിന്ന് മാഞ്ചസ്റ്റർ വരെ പോകാൻ 7 മണിക്കൂറിൽ താഴേക്കേ എടുക്കത്തുള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങളവിടെ ലാൻഡ് ചെയ്തത് 15 മണിക്കൂറും കണ്ട്. ഈ യാത്രയുടെ ഇടയ്ക്ക് എന്തെല്ലാമോ സംഭവിച്ചു. ഏതായാലും സേഫായിട്ട് ലാൻഡ് ചെയ്തു. എന്ത് പറ്റി എന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയാമേ. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഉണ്ട് സിറ്റിയിലോട്ടുള്ള യാത്ര. ഞങ്ങളൊരു ടാക്സി എടുത്തിട്ട് ആണ് പോയത്. മോനും വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ. ഇത് മകൻ്റെ ഫ്ലാറ്റിൽ നിന്നുള്ള കാഴ്ചയാണ്. മാഞ്ചസ്റ്റർ സിറ്റി ഫുൾ കാണാം. സാധാരണ ഞാൻ ഹൈ റൈസ്ഡ് ബിൽഡിങ്ങിൽ അധികം ഇവിടെ താമസിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അന്ന് രാത്രിയിലെ ഡിന്നർ മെൽവിനാണ് സെറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ടെല്ലാം സെറ്റ് ചെയ്ത് ആണ് സെർവ് ചെയ്തത്. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് കുറേ വർഷം മുന്നേ ആദ്യമായിട്ട് മാഞ്ചസ്റ്ററിലോട്ട് വരുന്ന പ്രമാണിച്ച് വീട്ടിൽ എഗ് ഓംലെറ്റെങ്കിലും പഠിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തി തോന്നും. എവിടെ അവനും പഠിച്ചില്ല, എന്നെ കൊണ്ട് പഠിപ്പിക്കാനും പറ്റിയില്ല. ഇപ്പം നോക്കി, ഇതാണ് ആവശ്യം വരുമ്പോൾ പിള്ളേരാണേലും എല്ലാവരും പാചകം തന്നെ പഠിച്ചോളൂ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത പ്ലേറ്റ് എൻ്റെ കൈ കൊണ്ട് തന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. എന്താന്ന് എനിക്ക് ആ ഫീലിങ്സ് എനിക്ക് പറയാൻ പറ്റിയില്ല കേട്ടോ, പറയാൻ പറ്റുന്നില്ല. എൻ്റെ കൂട്ടത്തിൽ ഒരു ലാവാ കേക്കൊക്കെ ഉണ്ടാക്കി തന്നെ. പിറ്റേ ദിവസം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ കാണുന്ന റോഡുണ്ട്. റോഡിൻ്റെ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും ക്യാമ്പസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. നല്ല ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ് ഈ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടേത് കേട്ടോ. പിറ്റേന്ന് ഞങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ശരിക്കും ക്രിസ്മസ് മാർക്കറ്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ തണുപ്പ് സഹിക്കാൻ മേല, നല്ല തണുപ്പായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇവിടുന്ന് പോയപ്പം ആ തണുപ്പായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഇച്ചിരി സമയം എടുത്തു. തെർമൽ മേടിച്ചു അവിടെ പോയിട്ട്. അത് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആയി. പിന്നീട് ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോയി. അതിന് മുന്നേ പോയി അവിടുത്തെ ചില നല്ല നല്ല ഹോട്ട് ചോക്ലേറ്റുകളുണ്ടല്ലോ, അതൊക്കെ ട്രൈ ചെയ്ത് കേട്ടോ. അത് പിന്നെ മാർക്കറ്റിൽ വന്നു. മാർക്കറ്റിൽ ഒരുപാട് ഫുഡും വെറൈറ്റികളും ഒക്കെ ഉണ്ട്. ചിലതൊക്കെ കഴിക്കാൻ തോന്നും, ചിലതൊന്നും കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെയൊക്കെയാണ് പലതും. പക്ഷേ ഇവിടെ പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഷോട്ട്സ് കേട്ടോ. അത് എനിക്ക് പൊതുവേ ഇഷ്ടമുണ്ട്. ഇവിടെ UAE ഒക്കെ കിട്ടുന്ന സാധനം അത്. ആ ഡ്രിങ്ക് ചോക്ലേറ്റിൻ്റെ തന്നെ കുറച്ച് കട്ടിയാണ്, കുറച്ചേ കുടിക്കാനതുള്ളൂ. പക്ഷെ ഭയങ്കര മധുരം ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം കേട്ടോ. മാർക്കറ്റിലെ കാഴ്ചകൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. കുറേ പേര് പെറ്റ്സിനെയും കൊണ്ട് വരുന്നു. വെറൈറ്റി ഓരോ കാഴ്ചകൾ. ഇതാ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ഷോട്ട്സിൻ്റെ കട കേട്ടോ. ഇങ്ങനെ വേണം സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് അതിലോട്ട് ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വരും. ഇതാണ് ചോക്ലേറ്റ് ഷോട്ട്സ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അതിൻ്റെ കപ്പ് എഡിബിളുമാണ്, നമുക്കതും കഴിക്കാൻ പറ്റും. പിന്നീട് ഇങ്ങനത്തെ കുറേ ഷോപ്സുകളുണ്ട് കേട്ടോ. ഇത് ചോക്ലേറ്റ്സിൻ്റെ, ചിലത് അത് ഈ ജുജുബ്സ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ സാധനം, ചോക്ലേറ്റ്സ്, അങ്ങനെ പലതുണ്ട്. ഇതൊന്നും ഞാൻ മേടിച്ച് ട്രൈ ചെയ്തില്ല, കാണാൻ ഭയങ്കര ഭംഗിയത് കാണാൻ. പിറ്റേന്ന് ഞങ്ങൾ മാഞ്ചസ്റ്റർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലണ്ടൻ ഹൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 hours ഏകദേശം എടുത്തുള്ളൂ. ട്രാവലൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങി ഒരു ടാക്സി എടുത്തു. പക്ഷേ റെയിൽവേ സ്റ്റേഷന് മുന്നേ കുറച്ച് നേരം ടാക്സിക്ക് നിൽക്കേണ്ട വന്നു. അതിലും നല്ലത് നമുക്ക് ട്രാം എടുക്കാം കേട്ടോ. സിറ്റി വന്നു കഴിഞ്ഞാൽ, ലണ്ടൻ സിറ്റി വന്നു കഴിഞ്ഞാൽ ട്രാം എടുത്തു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് വഴി നമുക്ക് ഓരോ ഡെസ്റ്റിനേഷനിൽ ചെല്ലാം. പെട്ടെന്ന് ചെല്ലുകയും ചെയ്യും. റേറ്റും ഭയങ്കര ചീപ്പാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഇച്ചിരി ലഗേജ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ടാക്സി എടുത്തത്. അങ്ങനെ ടാക്സിയൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ താമസിക്കുന്ന ഹോട്ടലിലോട്ട് പോയി. ഹോട്ടലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ലണ്ടനിൽ ക്രിസ്മസ് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും ഇൻസ്റ്റയിലോട്ട് നോക്കിയാൽ മതി ഈ വർഷത്തെ എന്താ അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ലൈറ്റിങ്, അത് എവിടെയാണ് കാണാൻ പോകണം, അങ്ങനെ ഞങ്ങളൊരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാം കാണണമെന്നുണ്ട്. പക്ഷേ ഈ 2 ദിവസമൊക്കെ താമസിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നതിനൊക്കെ ഒരു പരിധിയില്ല. അങ്ങനെ കുറച്ച് കാണേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങളൊന്ന് ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്താണ് ഇറങ്ങിയേക്കുന്നത്. ആദ്യം ഹോട്ടലിലോട്ട് പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇപ്പം സമയം 3 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. 3 മണി 4 മണി ഏതാണ്ടായിട്ടുണ്ട്.
അപ്പോഴേ ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ, മില്ലേനിയം ഹോട്ടൽ, അത് ശരിക്കും പറഞ്ഞാൽ ഹാരോഡ്സ് മാളുണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ മില്ലേനിയം ഹോട്ടൽ, സ്ലോൺ സ്ട്രീറ്റിൽ. അവിടേക്ക് വന്നു കേട്ടോ. ആ ഏരിയ പൊതുവെ ഇച്ചിരി റഷ് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബ്രീത്തിങ് സ്പേസ് ഉണ്ട്, നമുക്കൊന്ന് ഈസി ആയിട്ട് നടക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലേസ്. അങ്ങനെ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വൈകുന്നേരം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. മഴയൊന്നുമില്ലായിരുന്നു അന്നത്തെ ദിവസം, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട പിടിക്കണം, അങ്ങനെ ഇങ്ങനെ ഒരു സുഖമല്ല കേട്ടോ. ഇത് നല്ല ക്ലൈമറ്റായി, എന്നാലും തണുപ്പുണ്ട് കേട്ടോ. ഡിസംബർ മാസമല്ലേ, തണുപ്പില്ലാതിരിക്കുമോ. അങ്ങനെ ആ സ്ലോൺ സ്ട്രീറ്റിൽ കൂടെ പയ്യെ നടന്ന് അതിൻ്റെ ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്താണ് ഹാരോഡ്സ്. അങ്ങനെ ഹാരോഡ്സിൻ്റെ ഏരിയയിലോട്ട്, ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഫേകൾ, ഹാരോഡ്സിൻ്റെ അകത്ത് ഒത്തിരി ഷോപ്സുകൾ, പണ്ട് കാലം മുതലേ ഉള്ളൊരു മാളാണ് ഹാരോഡ്സ്. ഒരു 3-4 മിനിറ്റ് നടന്നാൽ മതി ഹോട്ടലിൽ നിന്ന്. നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഹാരോഡ്സ് കണ്ടു. പക്ഷെ അത് ഓരോ സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ ഓരോ വ്യൂ ആണ് കേട്ടോ. ഞങ്ങളിപ്പം ചെന്ന് നിന്നത് ഏതോ ഒരു സൈഡിൽ, പിന്നെ കുറച്ചുകൂടെ നടന്ന് നിന്നപ്പോഴത്തേക്ക് മെയിൻ റോഡിൻ്റെ അവിടെ ഉള്ള, ഇത് മെയിൻ റോഡാണ് കേട്ടോ. അത് ഭയങ്കര ഭംഗിയാണ് ഡെക്കറേഷൻ കാണാൻ. പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫേമസ് കഫേ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 200 വർഷം മുന്നേ ആണ് അതെവിടെയോ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ പല ബ്രാഞ്ചസുകൾ പലയിടത്തുണ്ട് കേട്ടോ. കഫേ ഇറോൺ ലണ്ടൻ. ഞങ്ങളവിടെ കയറി കേട്ടോ. ഒരുപാട് വെറൈറ്റി പേസ്ട്രീസ്, അറബിക് സ്വീറ്റ്സും അവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും രസം കേട്ടോ. പിന്നെ ഒരുപാട് ക്രിസ്മസ് തീമാണ് ആ ഒരു കഫേ. ഒരു ക്രിസ്മസ് കഫേ എന്ന് വേണേൽ പറയാം, അതുപോലെ കേട്ടോ. അവരുടെ പേസ്ട്രീസ് ഒക്കെ വെച്ചേക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. പിന്നെ ഓരോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ക്രിസ്മസ് തീമിലുള്ള ഗിഫ്റ്റ്സുകളുണ്ട്, ചോക്ലേറ്റ്സ് വെച്ചിട്ട്. അതും കാണാൻ അതിമനോഹരമായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഹാരോഡ്സിൽ അന്ന് കയറിയില്ല, അത് ഒരുപാട് വലിയൊരു പ്ലേസാണ്. നമുക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പയ്യെ ഹോട്ടലിലോട്ട് തന്നെ നടക്കാൻ പറ്റി. എല്ലാം നടക്കാനുള്ള ഡിസ്റ്റൻസിലേ ഉള്ളൂ. ഇപ്പം ഈ താമസിക്കുന്ന ഏരിയയിൽ ഓരോരുത്തരത്തോട്ട് പോയാലും കേട്ടോ. നല്ല രസമാണ് ലൈറ്റൊക്കെ കാണാൻ കേട്ടോ. പിറ്റേന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങി ഹാരോഡ്സിൻ്റെ അകമൊക്കെ ഒന്ന് കാണാൻ ഓർത്ത് വന്നു കേട്ടോ. അത് അവരുടെയും ഡെക്കറേഷൻ ഒരു പ്രത്യേക തീമായിട്ടോ. ഹാരോഡ്സ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആദ്യം അവരുടെ പെർഫ്യൂം ഗാലറിയിലാണ് പോയത്.
ഹാരൂട്ട്സിന്റെ പെർഫ്യൂം ഗാലറി. ഈ വർഷത്തെ ഇവരുടെ ഡെക്കറേഷൻ ഈ ചെറിയുടെ ഇതിങ്ങനെ ബഞ്ചായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ഫുൾ എവിടെ നോക്കിയാലും ഡെക്കറേഷന് റെഡ് തീം കേട്ടോ. ഇങ്ങനെ ഓരോ ഫ്ലോറിലും ഓരോ വെറൈറ്റി ഷോപ്സുകൾ കേട്ടോ. ഇതിങ്ങനെ പ്ലേറ്റ്സിൻ്റെയൊക്കെ ഓരോ ഷോപ്പാണ്. ഞാനിവിടെ വെറുതെ കാണാൻ കയറിയതാണ് കേട്ടോ. ഒന്നും മേടിക്കാൻ ഉദ്ദേശിച്ച് കയറിയതല്ല. മേടിക്കണമെന്ന് വിചാരിച്ചാൽ പോലും മേടിക്കാൻ പറ്റാത്ത പോലത്തെ വിലകളാണ് ഓരോന്നിനും. പക്ഷെ കാണാൻ എനിക്കിഷ്ടമാണ്. ടേബിൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാനും ഇഷ്ടമാണ്. പൊതുവേ ഷോപ്പിങ്ങിന് നമ്മളൊരു യാത്ര പോകുമ്പോൾ, ടൂറ് പോകുന്ന സമയത്ത് ഞാനതിന് ഷോപ്പ് ചെയ്യാറില്ല. എനിക്കതിലും ഇഷ്ടം UAE തന്നെ താമസിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെ നോക്കിയും കണ്ടുമൊക്കെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ട് തന്നെ യാത്രകളിൽ അധികം ഷോപ്പിംഗ് എനിക്കില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോന്നും ലക്ഷറി ഐറ്റം എന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ. സൂപ്പർ ലക്ഷറി കേട്ടോ. അതുപോലെ വിലയാണ് ഓരോന്നിൻ്റെ. ചിലതൊക്കെ ഞാൻ വില കാണിക്കുന്നുണ്ട്. അതൊന്ന് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ സാധനത്തിൻ്റെയൊക്കെ വില എന്താണെന്നറിയോ? ഇത് സ്പൂൺ സെറ്റുകളാണ് കേട്ടോ. എല്ലാം നല്ല കാണാൻ, എല്ലാത്തിനും ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന പോലൊന്നും അല്ല പലതും ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ എവിടെ നോക്കിയാലും ലെറ്റോ കാണാറുണ്ട്. ലെറ്റോയും ഒരു ക്രിസ്മസ് വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്ന ബൂത്ത്, പണ്ടത്തെ ടെലിഫോൺ ബൂത്ത് കേട്ടോ. അതിപ്പോൾ ഓരോരുത്തടുത്തും ഓരോന്നായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം കണ്ടോ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പോയി നടക്കും. ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ പഠിക്കുന്ന പിള്ളേരോട് അടുത്തൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ട്. അവർ പറയും തൊട്ടടുത്ത ഇച്ചിരി നടന്നാൽ മതി എന്ന് പറയും കേട്ടോ. മെൽവിൻ അതുപോലെ തന്നെ പറഞ്ഞു. എനിക്കറിയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇച്ചിരി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചോദിക്കും എത്ര മിനിറ്റ് നടക്കണം. അപ്പം പറയും 1:20 30. ഏതായാലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നു കേട്ടോ. ആ ഒരു നടപ്പൊരു രസം, ചൂടൊന്നുമില്ല, ഇളം തണുപ്പേ ഉള്ളൂ. അങ്ങനെ വന്ന് അവരുടെ ഒരു മ്യൂസിയത്തിലാണ് കയറിയ കേട്ടോ. നല്ലൊരു മ്യൂസിയമാണ്. ഒരുപാട് പിള്ളേരൊക്കെ എങ്ങോട്ടാണ് വരുന്നെങ്കിൽ അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയം. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു മെട്രോ എടുത്തിട്ട് ഒരു ലൈറ്റ് ഷോ കാണാൻ പോയി കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ്, ആ ഒരു ഹോള് ചുറ്റും ഫുൾ LED സ്ക്രീനിൽ ഒരു ഷോ, നല്ല സൗണ്ടും നല്ല കളറ് ഇതൊക്കെയുള്ള, കണ്ടിരിക്കാൻ നല്ലൊരു രസമുള്ള ഒരു ഷോ കേട്ടോ. അത് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതായിരുന്നു അത്. പിന്നീട് കുറച്ചുകൂടെയൊക്കെ നടന്ന് ഞങ്ങൾ വീണ്ടും താമസിക്കുന്നിടത്ത് തന്നെ വന്നു കേട്ടോ. ഇനിയിപ്പം വൈകുന്നേരം ആണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. ശരിക്കും ലണ്ടനിൽ പോകുമ്പോൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ പോയി ലൈറ്റ് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ നിപ്പ്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ റഷ് കുറവാണ്. ഇതൊന്നും കണ്ട് ലണ്ടൻ ഇങ്ങനെ അന്ന് ചിന്തിക്കില്ല കേട്ടോ. ലണ്ടൻ പ്രോപ്പർ ലണ്ടൻ ആണെങ്കിൽ ഭയങ്കര റഷാണ്.
ഈ കാണുന്ന ടെലിഫോൺ ബൂത്ത് ഒരു ATM കൗണ്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് റൂമിൽ പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായിട്ട് വൈകിട്ട് ഇറങ്ങാമെന്ന് ഓർത്ത് പോയി ഈ ഡെക്കറേഷനൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ ഏരിയയിൽ ഈ സ്ലോൺ സ്ട്രീറ്റിലെ കടകളിലൊന്നും നമ്മൾ എത്തിക്കുത്തി പോലും നോക്കാൻ പാടില്ല. വഴി കൂടെ നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം വില കാണാം, അതുപോലത്തെ വിലകളാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഡെസ്റ്റിനേഷനാണ് കവന്റ് ഗാർഡൻ. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 3-4 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മെട്രോയ്ക്ക് വേണ്ടി വരാൻ വേണ്ടി ചെന്നു. പക്ഷേ കാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലെ റഷ് അവിടെ കേട്ടോ. അയ്യോ, പക്ഷെ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഓരോരോ സ്ഥലങ്ങളിൽ വന്ന് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഞങ്ങൾ തള്ളി കയറി, അല്ലാതെ എന്തോ എടുക്കാൻ പറ്റും. അത് ശരിക്കും മെട്രോ നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. റേറ്റും കുറവാണ്, പക്ഷെ റഷ് ഇല്ലാത്ത സമയമാണ് നല്ലത്. ക്രിസ്മസ് ടൈമിൽ റഷ് ഇല്ലാതിരിക്കണം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, അതുപോലെ റഷ് ആ സമയങ്ങളിൽ. ഇവിടെ ആണെങ്കിലും കഫേകൾ, ഓരോ സ്ട്രീറ്റിലിരുന്ന് ഓരോരുത്തർ പാട്ട് പാടുന്നു, ഭയങ്കര ഡെക്കറേഷനും ഇവിടെ എല്ലാം ഒരു ക്രിസ്മസ് വൈബാണ്. പക്ഷെ റഷ് സഹിക്കാൻ പറ്റുന്നില്ല. Everyone, I really appreciate all your stuff and listening. And if you're joining me again, my name is Laura and I'm a music student here in London. This is what I do for a living right now. So thank you guys so much for the support. This next song is gonna be ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസിൽ നിന്ന് മറ്റിടത്തോട്ട് ശരിക്കും നമ്മൾ ട്രെയിനോ ട്രാമോ ഒന്നും എടുക്കാതെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ദൂരങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് വന്ന് അവിടുത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ വന്ന് കേട്ടോ. അവിടെയും റഷ്, പക്ഷെ കണ്ടു. എൻ്റെ ഒരു സ്ഥിരം ഹോബിയായിരുന്നു ഒരു 3-4 വർഷമായിട്ട് കേട്ടോ. ഇങ്ങനെ ക്രിസ്മസ് ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഇടുന്ന വീഡിയോസ് ഞാൻ ഈ ലണ്ടൻ ക്രിസ്മസിൻ്റെ ഇരുന്ന് കാണും. ഈ വർഷത്തെ കാണലെന്നൊക്കെ ഞാൻ ആലോചിച്ചു, പക്ഷെ കണ്ടു. ഞാൻ അതിൽ കണ്ട അതേ ക്രിസ്മസ് മാർക്കറ്റാണിത്. അവിടെ ചെന്നു, ഇഷ്ടംപോലെ ഫുഡ് ഷോപ്പിംഗ് വേണമെങ്കിൽ അങ്ങനെ. അവിടെ ഞങ്ങൾ മേടിച്ച് കഴിച്ചത് മിനി പാൻ കേക്ക്സ് ആയിരുന്നു. പാൻ കേക്ക് വേണമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഇന്നതോ പാൻ കേക്കോ വേണോ വേണ്ടത് ഞാൻ ചിന്തിച്ചു വന്നു. പക്ഷെ മുന്നിൽ വന്നപ്പോൾ എന്താ, പാൻ കേക്ക്സിൻ്റെ പുറത്ത് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കണം തോന്നി, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പം പയ്യൻ നടന്ന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത്. ലണ്ടൻ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഓക്സ്ഫോർഡ് സ്ട്രീറ്റാണ് കേട്ടോ. പക്ഷെ അവിടെ കാണാൻ ലൈറ്റ് പല സ്ട്രീറ്റുകൾ ഇങ്ങനെ ചേരുന്നു, പല ലൈറ്റുകൾ ഇങ്ങനെ കാണുന്നു. പക്ഷെ അവിടെ ഫ്രഷ് തന്നെ.
ഏറ്റവും കൂടുതൽ ടൂർ പോകുന്നവർ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ, ഈ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. അന്നേ ദിവസം പകലൊന്നും മഴയില്ലായിരുന്നു, പക്ഷെ വൈകുന്നേരം മഴ പെയ്തു. പക്ഷെ ഞങ്ങൾ അധികം നനഞ്ഞില്ല, ചെറിയ ചാറ്റമഴ ഇങ്ങനെ നനയുന്നുണ്ടായിരുന്നു. അത് തൊപ്പി വെച്ചേക്കുന്നുണ്ട്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവിടെ സ്ഥിരം താമസിക്കുന്നവരെ സംബന്ധിച്ച് ചാറ്റമഴയൊന്നും മഴയേ അല്ല എന്നുള്ള മട്ടിലാണ് അവരുടെ നടപ്പ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നടക്കും, അതൊരു ശീലമായ പോലെ. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ചെന്നിട്ട് ട്രാം എടുത്ത് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ശരിക്കും ഭയങ്കര റഷുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ഫോൺ സൂക്ഷിച്ചോണം. പലരും വ്ളോഗുകളിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഫോൺ കളഞ്ഞു പോയതായിട്ടൊക്കെ. അതുകൊണ്ട് ഫോൺ സൂക്ഷിക്കണം. ഞാൻ ശരിക്കും ചില സ്ട്രീറ്റുകളിൽ ഭയങ്കര റഷുള്ളടുത്ത് എൻ്റെ ഒരു പഴയ ഫോൺ ഞാൻ പോയപ്പോഴേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ എടുക്കാൻ വേണ്ടി കേട്ടോ. അവിടെ സ്ട്രീറ്റ്സുകളിൽ കണ്ട ഒരു ഫുഡായിട്ടോ ഇത്. ശരിക്കും നല്ല മണം എൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ. പിന്നെ എനിക്ക് മനസ്സിലായി അവർ ഷുഗർ ക്യാരമൽ ചെയ്തിട്ട് അതിനകത്ത് നിലക്കടലയിട്ട് ഇളക്കിയെടുക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കിയില്ല, പക്ഷെ മണം നല്ല സൂപ്പറായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഹാരോഡ്സിൻ്റെ അവിടെയാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കഫേകൾ ഉണ്ട്. ലെറ്റോ, പിന്നെ വേറൊരു കഫേ ഉണ്ട്, എൻ്റെ പേരെനിക്ക് പറയാനറിയത്തില്ല. ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചു, പേസ്ട്രി കഴിച്ചു നോക്കി, നല്ല സൂപ്പറായിരുന്നു. പിന്നീട് ഞാൻ അവിടുന്ന് ഒരു ചോക്ലേറ്റ് ഷോപ്പിൽ കയറി ഹോട്ട് ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചു. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ച് ചോക്ലേറ്റ് കണ്ടന്റ് കൂടുതലായിരുന്നു, കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞങ്ങളുടെ റൂമിൽ നിന്ന് നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ LVയുടെ ഷോറൂമാണ് കാണുന്നത് കേട്ടോ. സാധാരണ LVയുടെ ഷോറൂമിൻ്റെ അവിടെ എപ്പോഴും ആൾക്കാർ ക്യൂ നിന്ന് കയറുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം കണ്ടത് ഞങ്ങൾ താമസിക്കുന്നിടത്തെ ഡെക്കറേഷൻ ഇപ്പം ഞാൻ വീണ്ടും ഹാരോഡ്സിലെത്തി കേട്ടോ. അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ സാധനങ്ങളോ ഷോപ്പിങ്ങോ ഒന്നും കണ്ടില്ല. എല്ലാം വന്ന് കണ്ട് മനസ്സ് നിറച്ചു. ഓരോ ബോളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയൊക്കെ വില ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. ഈ വർഷം എനിക്ക് പലയിടത്തെ 2-3 സ്ഥലങ്ങളിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാൻ പറ്റി കേട്ടോ. മേത്തർ ബസാറിൽ നിന്നാണ് തുടങ്ങിയത്. നവംബർ ആദ്യം മേത്തർ ബസാറിൽ വന്ന് കുറച്ച് കണ്ടു. പിന്നെ അബുദാബിയിലെ ഡൈസോ, ഹോം സെൻറ്റർ എല്ലാ ഡെക്കറേഷനും കണ്ടു. ഇവിടെ വന്ന് ഹാരോഡ്സിൻ്റെ ഡെക്കറേഷനും കണ്ടു. പക്ഷെ ഇവിടെ എല്ലാം പോയാലും ഒരു കാര്യം മനസ്സിലായി, മേത്തർ
ബസാറിൽ വന്ന് മേടിക്കുന്നത് അതാണ് മുതലാവത്തുള്ളൂ. വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുമുണ്ട്. ഇവിടെ നല്ല ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള പല ക്രിസ്മസ് സാധനങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ പയ്യെ മുന്നോട്ട് കടന്നു. ഇത് ഞാൻ പറഞ്ഞ ലെറ്റോയുടെ കൂട്ടത്തിൽ എപ്പോഴും വേറൊരു റെസ്റ്റോറൻ്റ് അല്ല കഫേ ഇരിക്കുന്നത് കാണാം. കണ്ടോ, ഇതാണ് കഫേ. ഇതിന് ഫുൾ തീം പിങ്ക്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു പേസ്ട്രിയും എന്തോ മിൽക്ക് ഷേക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ നല്ലതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അതിൽ കയറുന്നത്. ലെറ്റോ എനിക്ക് യുഎയിലും പലയിടത്തും കാണാറുണ്ട്. ഇതിവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിയാൻ മേല കേട്ടോ. പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പയ്യെ റൂമിൽ പോയി ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് ഞങ്ങൾ നേരെ മാഞ്ചസ്റ്ററിലോട്ടല്ല പോയത്, ബ്രമിംഗ്ഹാമിലോട്ടാണ് പോയത്. അവിടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. കസിൻ്റെ വീട്ടിൽ പോയി ഒരു ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് മാഞ്ചസ്റ്ററിൽ പോകണം. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഹോട്ടലിലോട്ട് നടക്കുമ്പോഴും, ചെക്കൗട്ട് ചെയ്യണം ഇനി ഹോട്ടൽ നടക്കുമ്പോഴും, സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറിക്കൂടി കേട്ടോ. ഭയങ്കര ഇനിയും ഇടയ്ക്ക് നമ്മളങ്ങനെ ചില യാത്രകൾ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ചിലതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല, അങ്ങ് വിട്ടുപോകും. പക്ഷെ ചില സ്പോട്ടുകൾ നമ്മുടെ മനസ്സിൽ കൂടെ അയ്യോ അന്ന് അതിൽ നടന്നത് എന്തോ ഓർമ്മയുണ്ടല്ലോ, അല്ല അവിടെ പോയി അത് കഴിച്ചത് ഓർമ്മയുണ്ടല്ലോ, അതിങ്ങനെ നിൽക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു നടപ്പ് എൻ്റെ മനസ്സിൽ ഇനി എന്നും ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഡ്രീമായിരുന്നു ക്രിസ്മസ് ടൈമിൽ ലണ്ടൻ കാണുക എന്നുള്ളത്. അങ്ങനെ ലണ്ടനോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോവാം. ഹലോ. ലഗേജ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു ടാക്സിയാണ് എടുത്തത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ. ശരിക്കും മെട്രോ എടുത്താൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൻ്റെ അങ്ങോട്ട് ചെന്നിറങ്ങാൻ കേട്ടോ. ലഗേജ് ഉള്ളതുകൊണ്ടാണ് ഇതെടുത്ത്. പക്ഷേ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോകാം. രാത്രിയിലൊക്കെ പോയി കാണാൻ പറ്റാത്ത ചിലത് ഡേ ലൈറ്റിൽ കാണാൻ പറ്റി, ചിലതൊക്കെ നല്ല ഭംഗിയുള്ളത് നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ കാണും. ഓരോ വർഷവും ഇങ്ങനെ കാണും. ഓരോരോ ഡെക്കറേഷനും ഓരോ വർഷം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ കണ്ടുവച്ചത് പലതും ഇന്നലെ കാണാൻ പറ്റാത്തത് പലതും ഇന്ന് കാണാൻ പറ്റി കേട്ടോ.
അങ്ങനെ ലണ്ടനോട് ബൈ പറഞ്ഞിട്ട് വേറൊരു സിറ്റിയിലോട്ട് പോകണം, ബർമിംഗ്ഹാം. ഏകദേശം മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലോട്ട് ഒരു 4 hours ഇപ്പം ലണ്ടനിൽ നിന്ന് ഇപ്പം ഞങ്ങൾ പോകുന്ന സിറ്റിയിലോട്ട് ഏകദേശം ഒരു 3 hours ജേർണി. ഇന്ന് ആ സിറ്റിയിലാണ് താമസിക്കുന്നത്. ശരിക്കും ബർമിംഗ്ഹാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാർ ഫാക്ടറികളും ഒക്കെ ഉള്ള സിറ്റി അത്. ഹലോ 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 അയ്യോ വീണേ. എൻ്റെ കസിൻ ഉത്തരയോടും ഫാമിലിയോടും ഒക്കെ ബൈ പറഞ്ഞ് അവർ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുമായിരുന്നു കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കര വലിപ്പമെന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റേഷനോട് ചേർന്ന് വലിയൊരു ഷോപ്പിംഗ് മാളുണ്ട്. നല്ല റഷുമാണ്. ഒരുപാട് ഷോപ്പിങ്ങിന് പറ്റുന്ന ഒരു ഹബ്ബായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതാ എന്നിട്ട് ഞങ്ങൾ തിരിച്ച് മാഞ്ചസ്റ്ററിലോട്ട് പോവാം. ഇനിയിപ്പം ഞങ്ങൾക്കൊരു 3 hours ഏകദേശം യാത്രയുണ്ട്. അവിടെ ചെല്ലണം. തിരിച്ച് എന്നിട്ട് ട്രാം എടുത്തിട്ട് താമസ സ്ഥലത്തേക്ക് പോകണം. മാഞ്ചസ്റ്ററിൽ ട്രാം റോഡിൽ കൂടി പോകുന്നുണ്ട്. നമുക്ക് കുറേ കൂടെയൊക്കെ റഷ് കുറവാണ് മാഞ്ചസ്റ്റർ കേട്ടോ. ലണ്ടൻ പോലെ അത്രയും ബിസിയല്ല മാഞ്ചസ്റ്റർ. കുറച്ചുകൂടി ശാന്തമായിട്ട് എനിക്ക് തോന്നി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ട്രാം എടുത്തിട്ട് ഞങ്ങൾ താമസ സ്ഥലത്തോട്ട് പോകാം കേട്ടോ. ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞ് നാളെ രാവിലെ വെളുപ്പിന് ഞങ്ങൾക്ക് തിരിച്ച് അബുദാബിക്കുള്ള ഫ്ലൈറ്റാണ്. ശരിക്കും നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഒരുപാട് കാഴ്ചകൾ കാണാനും ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു യാത്ര. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഒരു 7 മണിക്കൂറും കൊണ്ട് ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റ് ഒരു 15 മണിക്കൂറും കൊണ്ട് ലാൻഡ് ചെയ്ത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വന്ന് മാഞ്ചസ്റ്ററിൽ ലാൻഡ് ചെയ്യാൻ ഏകദേശം ഒരു 1-2 മിനിറ്റ് മാത്രമുള്ള സമയത്ത് ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടി ഒരുങ്ങി താഴെ വരെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് മുകളിലോട്ട് പോയി. ഞങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എന്ത് പറ്റിയെന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, താഴെ ഡെറാ സ്ട്രോം, അതായത് ഭയങ്കര ശക്തിയായ കാറ്റ് ആണ്. ഒന്നുകൂടി ട്രൈ ചെയ്യാം പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ട്രൈ ചെയ്തു. അങ്ങനെ 1-2 ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നീട് നമുക്ക് മനസ്സിലായി ഇത് വേറെ എങ്ങാണ്ടോട്ട് പോവാന്ന് ഫ്ലൈറ്റ്. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് കൊണ്ട് ജർമ്മനിയിലാണ് ഒന്ന് ലാൻഡ് ചെയ്തത്. എന്നിട്ട് ക്രൂ മെമ്പേഴ്സൊക്കെ മാറി വീണ്ടും പുതിയ ക്രൂ മെമ്പേഴ്സ് കയറി. അപ്പോഴത്തേക്ക് സമയം 8 hours കൂടുതൽ അവർ ഫ്ലൈ ചെയ്യുകയാണല്ലോ. അപ്പം അങ്ങനെ പുതിയ ക്രൂ മെമ്പേഴ്സൊക്കെ വന്ന് വീണ്ടും ലാൻഡിങ്ങിന് വേണ്ടി മാഞ്ചസ്റ്ററിലേക്ക് വന്നു. അന്നേരവും അതേപോലെ ശക്തിയായിട്ടുള്ള കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ ഈ ചില മൂവീസിലൊക്കെ കാണത്തില്ലേ ആൾക്കാർ ചില കോംപ്ലിക്കേറ്റഡ് ലാൻഡിങ് ഒക്കെ, അതുപോലെ ശരിക്കും എല്ലാവരും മനസ്സിൽ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. ദൈവം അനുഗ്രഹിച്ചു. ഒരു പോറൽ പോലും ഏക്കാതെ സേഫ് ലാൻഡിങ് ആയിരുന്നു. പക്ഷേ അത് നമുക്കറിയാമായിരുന്നു ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ആ ലാൻഡിങ്ങിൽ നിന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് സാവകാശം ആ വിൻഡിൻ്റെ ഈ പല ഫ്ലൈറ്റ്സുകളിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് യൂട്യൂബിലുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ഒരു ഹൊറിബിൾ സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ ഫേസ് ചെയ്തതെന്നൊക്കെ ഉള്ളത് കേട്ടോ. ശരിക്കും അന്നേരമാണ് ഇത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നോ നമ്മൾ അന്നേരം ചിന്തിച്ചു പോയി കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ അതിന് ശേഷമുള്ള അടുത്ത ഫ്ലൈറ്റ് തന്നെയാണ്. പേടിയൊന്നും ഇല്ല, എന്നാലും ഓക്കെ. അത് എപ്പോഴും ഫ്ലൈറ്റൊക്കെ കയറുമ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വരും കേട്ടോ. എന്നാലും നല്ല നല്ല കുറേ ഓർമ്മകളുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ വാസസ്ഥലത്തേക്ക് പോവാം. ഇത്രയും നേരം വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.